ഒരു വീഡിയോ മിക്ക യൂട്യൂബർ ആൾക്കാരും അല്ലെങ്കിൽ മിക്ക ട്രേഡിംഗ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി വളരെ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചാർട്ട് തുറന്ന് നിങ്ങൾ കാശിട്ട് അതിൽ നിന്ന് കാശ് തിരിച്ച് പ്രോഫിറ്റ് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്, ഈ ഒരു പ്രോസസ് വളരെ സിമ്പിളായി നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണിത്. KG to PhD എന്ന് പറയുന്ന വളരെ സിമ്പിളായി ട്രേഡ് ഡിസ്കസ് ചെയ്യാനുള്ള ഈ സീരീസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക, മാക്സിമം പറ്റുന്നത് കാണുക, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം. ഞാൻ ഇനി പറയുന്ന എല്ലാം കാര്യംസും ടു ദ പോയിന്റ് ആയിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഏത് ബ്രോക്കറാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ബ്രോക്കറിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ചാർട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് ബ്രോക്കർ ഉപയോഗിച്ചാലും ദാറ്റ്സ് ഫൈൻ. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡാണ് പ്രധാനം. അപ്പം എത്ര പെട്ടെന്ന് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു അതേ എക്സിക്യൂഷൻ സമയത്ത് തന്നെ ആ പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയാണ് സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആ ഒരു ഇത് കുറച്ചുകൂടെ മാറ്റാനുള്ള സമയം അല്ലെങ്കിൽ ആ ബ്രോക്കർ മാറ്റാനുള്ള സമയമായി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രോക്കറിലും ആ ചാർട്ടിന്റെ സ്പീഡും എല്ലാം അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അത്രയും കൂടുതൽ നഷ്ടം വരുന്നെങ്കിൽ ഒരുപാട് നഷ്ടവും പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രോഫിറ്റും എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രോക്കർ ഏതാണോ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഗ്രോ ആണ്. ഗ്രോ നിങ്ങൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എനിക്ക് ഗ്രോയിലും ഞാൻ ആക്ച്വലി ഫുള്ളി ഹാപ്പി അല്ല. ഞാൻ ധനിലേക്ക് മാറിയാലോ ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം കുറച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങൾ എനിക്ക് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങളോട് ഞാൻ കാര്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രോയിൽ കയറിയപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ചാർട്ട് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഈ ചാർട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റ്, ഇത് കഴിഞ്ഞിട്ടുള്ള മാർക്കറ്റാണ്. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. 2 ഏപ്രിലിന് നിഫ്റ്റി 50യുടെ ഒരു ചാർട്ടാണ് ഞാൻ ഈ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വേണം. ഫസ്റ്റ് നിങ്ങൾ ചാർട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു ഹയർ ടൈം ഫ്രെയിം മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ 9:15 കയറിയത്, അല്ലെങ്കിൽ നിങ്ങൾ 10 മണിക്കാണ് കയറിയത്, അല്ലെങ്കിൽ നിങ്ങൾ 12 മണിക്കാണ് കയറിയത്, എപ്പോൾ കയറിയാലും ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഈ ഒരു പൊസിഷനാണ് എന്റെ 15 അല്ലെങ്കിൽ എനിക്ക് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ഈ ഒരു പൊസിഷനാണ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആദ്യത്തെ തുടക്കത്തിൽ ഞാൻ നോക്കുമ്പോഴേക്കും അതിന്റെ റെസിസ്റ്റൻസ് പോയിന്റും അതിന്റെ സപ്പോർട്ട് പോയിന്റും എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഏറ്റവും മേളിലത്തെ റെസിസ്റ്റൻസ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുക. അതിന്റെ താഴെ വന്നിട്ടുള്ള സപ്പോർട്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ക്യാൻഡിലിന്റെ ബോഡി അല്ല, ക്യാൻഡിലിന്റെ വിക്ക് ഏത് തരം വരെ അത് പോയിട്ടുണ്ടെന്നുള്ള ക്യാൻഡിലിന്റെ വിക്കിൽ വേണം അത് ചെയ്യുക. നിങ്ങൾ താഴത്തെ ക്യാൻഡിലിന്റെ വിക്കിലെ സപ്പോർട്ടിനെ നിങ്ങൾ ഒരു പച്ച കളറിലും മേളിലത്തെ നിങ്ങൾ ഇതിനെ ഒരു റെഡ് കളറിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് എന്റെ റെസിസ്റ്റൻസും ഇതാണ് എന്റെ സപ്പോർട്ട് പോയിന്റ്സ് എന്നുള്ളത്. ഈ രണ്ട് സപ്പോർട്ട് പോയിന്റ്സും റെസിസ്റ്റൻസ് പോയിന്റ്സും വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ 15 മിനിറ്റ്സ് മാറ്റി ഇതിനെ 5 മിനിറ്റ്സ് ആക്കുക. ഈ 5 മിനിറ്റ്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ വരച്ച 2 പോയിന്റ്സിന്റെയും ഇടയിലാണോ മാർക്കറ്റ് ഓടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ 2 സോണിന്റെ ഇടയ്ക്ക് നിങ്ങൾ മാർക്കറ്റ് ഓടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബേസിക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സോണിന്റെ ഇടയ്ക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ സോണിന്റെ ഇടയ്ക്ക് മാർക്കറ്റ് പോകുന്നത് ഒരു ട്രെൻഡിലല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൽ ട്രെൻഡ് ഇല്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് θDK എന്ന് പറയുന്ന ഒരു പ്രശ്നം. നിങ്ങൾ മാർക്കറ്റിൽ ഒരു 100 രൂപയ്ക്ക് ഒരു സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ച് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം പോകുന്നതിനനുസരിച്ച് θDK അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസിന്റെ വാല്യൂ കുറഞ്ഞു വരും. 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം മാർക്കറ്റ് മേപ്പോട്ടും പോയിട്ടില്ല താഴോട്ടും പോയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സമയം ഒരു 15-20 മിനിറ്റ് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതിന്റെ വാല്യൂ, ഇൻട്രൻസിക് വാല്യൂ എന്ന് നമ്മൾ പറയുന്ന സാധനം കുറയും. എന്ന് വെച്ചാൽ 100 രൂപ എന്ന് പറയുന്നത് 99 രൂപയാവും. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് ഇത് കയറാൻ തുടങ്ങിയാലും നിങ്ങളുടെ പ്രോഫിറ്റ് നോക്കുമ്പോൾ കയറുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അതെന്താ അങ്ങനെ എന്നുള്ളൊരു തോന്നൽ വരുന്നതിന്റെ ആൻസർ ആണ് ഞാൻ ഈ പറഞ്ഞത്. θDK വരുമ്പം ഒരുപാട്. അപ്പം മാക്സിമം നിങ്ങൾ അധികം സമയം കയറാതെ, എസ്പെഷ്യലി എക്സ്പയറിയിലോട്ട് അടുത്ത് വരുമ്പോൾ ഇത് ആക്ച്വലി കൂടും. എക്സ്പയറിക്കകത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എടുത്ത പോയിന്റിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെ ആ സ്ട്രൈക്ക് പ്രൈസിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം ഒരു 5 അല്ലെങ്കിൽ അങ്ങനെ ഒരു 7-10 മിനിറ്റ് മാത്രമേ നിങ്ങൾ ആക്ച്വലി ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ട്രേഡ് ചെയ്യേണ്ടതും എവിടെയാണെന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സോണിന്റെ അകത്ത് നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കാതിരിക്കുക. നിങ്ങൾ ഒരു പ്രൊഫഷണൽ ട്രേഡർ അല്ല എന്നുണ്ടെന്നുള്ളത്, ഇപ്പൊ നമ്മളെ പോലത്തെ ഒരു ട്രേഡറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ എടുക്കാതിരിക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ താഴത്തെ ടൈം ഫ്രെയിമിലേക്ക് പോവുക. ഒരു 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഇതിന്റെ അകത്ത് ഒരു ട്രെൻഡിങ് പാറ്റേൺ കിട്ടും നിങ്ങൾക്ക്. കാരണം ടൈം ഫ്രെയിം 1 മിനിറ്റ് ആയതുകൊണ്ട് 1 മിനിറ്റിൽ തന്നെ ക്യാൻഡിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് എന്ന് പറയുന്നത് 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു ക്യാൻഡിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്രത്തോളം ക്യാൻഡിൽസ് നമ്മുടെ ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. അപ്പം ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിൽ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തുനിന്ന് ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ ചെറിയ ഭാഗത്ത് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു പോർഷൻ വരെ ട്രെൻഡ് ലൈൻ വളരെ ഫ്ലാറ്റ് ആയിട്ട് പോയിട്ട് അടുത്ത പോർഷൻ എത്തിയപ്പോഴേക്കും ട്രെൻഡ് ലൈൻ കുറച്ചും കൂടെ ഒന്ന് വലുതാവുന്ന നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കുറച്ചും കൂടെ ഹയർ ഹൈസ് അല്ലെങ്കിൽ ഹയർ ലോസ് ഉണ്ടാക്കുന്ന ഒരു ശ്രദ്ധിക്കാൻ പറ്റും. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരാള് 100 വാങ്ങി എന്നിട്ട് അതിൽ 50 വിറ്റു.
അടുത്തത് അതിന്റെ പുറത്ത് തന്നെ വീണ്ടും 100 വാങ്ങിച്ചു. അപ്പം 100 വാങ്ങിച്ച ഒരാൾ 50 വിറ്റിട്ടുള്ളൂ, ബാക്കി 50 ഇപ്പോഴും മാർക്കറ്റിൽ കിടക്കുകയാണ്. അതിന്റെ പുറത്തൂടെയാണ് വീണ്ടും 100 വാങ്ങിക്കുന്നത്, പക്ഷെ അതിൽ നിന്നും വീണ്ടും 50 വിറ്റുള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മാർക്കറ്റിൽ ബൈയിങ് പവർ കൂടുതലാണ്. അതിനർത്ഥം മാർക്കറ്റിന്റെ ട്രെൻഡ് ബൈയിലോട്ടാണ് പോകുന്നത്. ഇത് ഈ പറയുന്ന ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഇവിടെ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഫോം ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിന്റെ ട്രെൻഡും നിങ്ങൾക്ക് മനസ്സിലായി എങ്ങോട്ടാണ് മാർക്കറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം സമയം എടുത്ത് ഈ പറയുന്നത് പോലെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ഈ പറഞ്ഞ നിങ്ങൾ ലൈൻസുകൾ നിങ്ങൾ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻസ് ഒക്കെ മാറുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സമയം എടുത്ത് നോക്കുക, എന്നിട്ട് ട്രെൻഡ് ലൈൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻ നിങ്ങൾ 1 മിനിറ്റിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇത് മേലും താഴെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 മിനിറ്റിന്റെ ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചതിന് ശേഷം ഈ ട്രെൻഡ് ലൈൻസ് അടുത്ത മിനിറ്റുകളിൽ അല്ലെങ്കിൽ അടുത്ത മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മേലത്തെ ടൈം ഫ്രെയിംസുകൾ എടുക്കുക. മേലത്തെ ടൈം ഫ്രെയിം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ ട്രെൻഡിനെ അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഹയർ ടൈം ഫ്രെയിംസും അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ ട്രെൻഡ് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാം. ഈ ട്രെൻഡ് ബുള്ളിഷ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. ഇനി മൂന്നാമത് നിങ്ങൾ എന്ത് പോയിന്റാണ് അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, മാർക്കറ്റിനകത്ത് നല്ല രീതിയിൽ വോളറ്റിലിറ്റി വേണം. വോളറ്റിലിറ്റിയെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എന്റെ മുമ്പേ ഉള്ള എന്റെ ഇതിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടാൽ മതി. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്തുമാത്രം ആൾക്കാർ ബൈയും സെല്ലും ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വോളറ്റിലിറ്റി ഉള്ള സ്ഥലത്തായിരിക്കും മാർക്കറ്റ് പെട്ടെന്ന് പൊങ്ങാൻ സാധ്യത കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി 3 മിനിറ്റിന്റെ ഒരു ചാർട്ട് ഞാൻ തിരിച്ച് 1 മിനിറ്റ് ആക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഇവിടെ കൂടുതലായിട്ടുള്ള ബൈയിങ് ഒരു ഇത് നിങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെ കാരണവും ബേസിക്കലി മേലത്തെ റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് ഇത് വേഗം എത്താൻ വേണ്ടി ചെയ്യുന്നത്. മാർക്കറ്റ് നിങ്ങൾ ചാർട്ട് വായിക്കുന്നത് ഒരു കഥ പോലെ വായിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മേളിലേക്ക് കാണുന്ന ഈ സ്പോട്ടിൽ എത്തുമ്പോഴേക്കും ഇത് റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി കുറച്ചും കൂടി എളുപ്പത്തിൽ അത് അവിടെ എത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ് ഇത് തിരിച്ച് താഴേക്ക് ഒരു ബ്രേക്ക് ഡൗൺ വന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് മേളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് പോയിന്റിനെ അത് പൊട്ടിച്ച് കയറി, പക്ഷെ തിരിച്ചത് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്യുന്നത് മാർക്കറ്റ് താഴേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇവിടെ സെല് ചെയ്യാനുള്ള ഒരു പാനിക് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ പാനിക് സെല്ലിംഗ് ഏതുവരെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങൾ ആ ഭാഗത്തുള്ള ഓരോ ഡിപ്പിലും ഓരോ കയറ്റത്തിലും ഓരോ ഇറക്കത്തിലും ഉള്ള സപ്പോർട്ട് പോയിന്റ്സ് വരയ്ക്കുന്നതിന്റെ ഗുണം. അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അതേ സപ്പോർട്ട് പോയിന്റ് അല്ലെങ്കിൽ അതേ റീജിയൻ നിങ്ങൾ താഴത്തെ പോർഷനിൽ കയറിയിട്ട് ഇറങ്ങുന്ന പോർഷനിലൊക്കെ നിങ്ങൾ വരച്ച് ഇതേപോലെ പച്ച ലൈൻ എല്ലാം ഹയർ ഹൈസ് എടുത്തിട്ട് ഹയർ ലോ എടുക്കുമ്പോൾ ആ ഹയർ ലോയിൽ നിങ്ങൾ ഒരു പച്ച വരയ്ക്കുക. അപ്പൊ നിങ്ങൾ പച്ച വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പച്ച വര എല്ലാം ഹയർ ലോസിന്റെയും മേളിൽ കയറി പോവുകയാണോ എന്നുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒരു ഹയർ ലോ നിങ്ങൾ വെക്കുമ്പോൾ ഈ പറഞ്ഞ ഹയർ ലോ ഇപ്പൊ രണ്ടാമത് ഈ പറഞ്ഞ ലോയിൽ നിന്ന് അടുത്ത ലോയിലേക്ക് വന്നപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു പോർഷൻ അതിന്റെ മേളിലേക്കാണെന്നുള്ളത്. അപ്പൊ ഈ മുകളിലത്തെ പോർഷൻ വീണ്ടും കയറിയിട്ട് അടുത്ത വീണ്ടും ലോവർ ഉണ്ടാക്കിയപ്പോഴേക്കും ഇത് വീണ്ടും ഹയർ ലോ ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാൻ മനസ്സിലാവും നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് കയറി വരികയാണ്. അതിന്റെ അർത്ഥം റെസിസ്റ്റൻസ് പൊട്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ. അപ്പം റെസിസ്റ്റൻസ് ലൈന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2 തവണ വന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ലൈനിന്റെ അവിടെ എത്തിയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ സെല്ല് ചെയ്യുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് പോയിന്റിൽ എത്തുന്നു, എന്നിട്ട് അവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്നു. വിച്ച് മീൻസ് ആ റെസിസ്റ്റൻസ് പോയിന്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായി കയറാനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. വോളറ്റിലിറ്റി കൂടുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ബൈയിങ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ശ്രമിക്കുക. പുൾ ബാക്കും റീടെസ്റ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ സ്ട്രാറ്റജിനൊക്കെ നമ്മൾ ഒരുപാട് പേരുകളിട്ട് വിളിക്കും. പക്ഷേ ബേസിക്സ് ഇതാണ്, ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഈ റെസിസ്റ്റൻസ് പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്നുള്ളത്. നിങ്ങൾ ആ ബുള്ളിഷ് എന്നുള്ള സംഭവം മനസ്സിനകത്ത് വെച്ചിട്ട് ഒരു കോൾ ഓപ്ഷൻ, കൂടുതലും അറ്റ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ സ്ക്രീനിൽ എടുത്ത് വെക്കുക. അതിന്റെ അകത്ത് എപ്പോഴാണോ പ്രൈസ് വല്ലാണ്ട് കൂടാൻ തുടങ്ങുന്നത് ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിന്റെ എതിരെ പോവാതെ ഒഴുക്കിന്റെ ഒപ്പം അങ്ങ് നീന്തുക. പ്രൈസ് ഇപ്പം 100 രൂപയിലാണ്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൈസ് 102, 103, 104 എന്ന് പറഞ്ഞ് കൂടാൻ തുടങ്ങും. ഈ കൂടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിന്റെ അകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനനുസരിച്ച് ഒരു മൂവ്മെന്റ് കിട്ടും. ഈ പറഞ്ഞ മൊമെന്റത്തിന്റെ അകത്താണ് നിങ്ങൾ എൻട്രി എടുക്കുന്നെങ്കിൽ ഈ മൊമെന്റത്തിലുള്ള എൻട്രിയിലെ പ്രൈസ് നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞ ആ ഓപ്ഷൻ പ്രീമിയത്തിൽ ഒരു 5-10 രൂപ കൂട്ടി വാങ്ങിച്ചാൽ തന്നെ ഏകദേശം നിങ്ങൾ ഒരു ലോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അകത്ത് ഒരു 500 അല്ലെങ്കിൽ 700 രൂപ കിട്ടും. അപ്പൊ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ റെസിസ്റ്റൻസ് പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ക്യാൻഡിൽ നിങ്ങൾ കണ്ടു. ഇത് 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ്. നിങ്ങൾക്ക് വലിയൊരു ക്യാൻഡിൽ കണ്ടു. ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അതിന്റെ ലോവർ ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹയർ ലോ വീണ്ടും ഫോം ചെയ്തു. അതിന്റെ അകത്ത് നിങ്ങൾ വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഹയർ ലോ നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് 1 അല്ലെങ്കിൽ TP1 എന്ന് പറയുന്നത് ടേക്ക് പ്രോഫിറ്റ്. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും വന്ന് തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പ്രോഫിറ്റ് എടുക്കുക. ഇനി അധികം റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കുക. എന്നിട്ട് ഇത് വീണ്ടും നിങ്ങൾക്ക് മേളിലേക്ക് കയറുന്നത് കാണാം. അപ്പൊ അടുത്തത് ഉണ്ടാക്കിയ പോർഷനിൽ നിങ്ങൾ വീണ്ടും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് 2 എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഇനി മാർക്കറ്റ് പൊങ്ങിയെ അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്ന് തട്ടേ ചെയ്താൽ നിങ്ങൾ അവിടെ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങുക. അപ്പം ഇത് നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് 2 എന്നുള്ളതായി. ഇതുപോലെ ഫർദർ നമുക്ക് മേളിലേക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക്
ടേക്ക് പ്രോഫിറ്റ്സ് എടുത്തെടുത്ത് പോകാൻ പറ്റും. പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ചാർട്ടിൽ കയറുന്നു, ആദ്യത്തെ 15 മിനിറ്റിന്റെ തന്നെ ഒരു ഹയർ ആൻഡ് ലോ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നു. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കിയതിനു ശേഷം മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിന്റെ മൂവ്മെന്റിന് അനുസരിച്ച് തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കുന്നു. എപ്പോൾ വോളറ്റിലിറ്റി കൂടുന്ന സമയത്ത്, ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ ഒഴുക്കിന്റെ കൂട്ടത്തിൽ തന്നെ കയറിയിട്ട് ഒരു 5-10 പോയിന്റ്സ് എടുത്ത് ഇറങ്ങുന്നു. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചാൻസസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനുള്ള പെർസെന്റേജ് കൂടും, നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറെ വീഡിയോസിലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത് നിങ്ങളുടെ അടുത്ത ട്രേഡിൽ സമാധാനമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ സിഇ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻസിലും ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. RSI, EMA, VWAP എന്ന് പറയുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതും എന്റെ ഒരു ഷോർട്സിൽ ഞാൻ അത് പറയുന്നുണ്ട്, അതൊന്ന് കാണുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി വീഡിയോസ് എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം ഒന്ന് കമന്റ് നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്കും അത് മനസ്സിലാവും. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയും ഇതേപോലത്തെ ട്രേഡിംഗ് ടിപ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതും കമന്റ് ചെയ്യുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് മുന്നേറാം. താങ്ക്